ഞങ്ങളിന്ന് ഗുരുവായൂർ പോവുക. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് നാളായി ഗുരുവായൂർ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം, പക്ഷെ പോകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് അതിന് പറ്റി. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണനെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, കണ്ണനും കൂടി ആഗ്രഹിക്കണം നമ്മളെ കാണണമെന്ന്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ എന്ന്. എങ്ങനെയാണോ ഞങ്ങൾ ഇന്നലെ രാത്രി എടുത്ത പ്ലാനിങ് ആയിരുന്നു. രാവിലെ റെഡിയായി ഗുരുവായൂർ പോകാമെന്ന് 5 മണിക്ക് ഇറങ്ങണമെന്ന് ഓർത്തേ, പക്ഷെ നടന്നില്ല. പിള്ളേരല്ലേ, അവരെ എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ഒരു നേരമില്ല. എന്നാൽ പോലും ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിട്ടോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ണനെ കാണാൻ പറ്റൂല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പോവുകയാണ് കണ്ണനെ കാണാൻ വേണ്ടി. നല്ല തിരക്കൊക്കെ ആയിക്കോളെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ്. അവർ പഴനിക്കൊക്കെ പോകുമ്പോൾ ആ വഴി അവിടെ ഗുരുവായൂരും കയറിയിട്ടാണ് പോവാറ്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളപ്പോൾ ഏകദേശം ഗുരുവായൂർ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പയ്യെ അങ്ങ് നടന്നു പോവുക. അപ്പോൾ ഈ നടക്കണ വഴിയൊക്കെ അവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ, അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കും. അപ്പോൾ മുല്ലപ്പൂക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ച് ഇനി ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണ് കണ്ണനെ കാണാൻ പറ്റൂല്ലെന്നൊന്നും ഒരു പിടുത്തുമില്ല. ഒരുവിധം തിരക്കുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇവിടെ നോക്കുമ്പോൾ ഇച്ചിരി തിരക്ക് കണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ തിരക്കേ ഇല്ല. ഇത്രയും തിരക്കൊന്നും അല്ലെന്നാണ് പറയണേ. നല്ല തിരക്കായിക്കോളൂ. ഞങ്ങൾക്ക് കണ്ണനെ കാണാൻ പറ്റി, അകത്ത് കയറി തൊഴാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. ഞങ്ങൾ എന്നപ്പോൾ ഒരു 11:30 ആയി. ഞങ്ങൾ ക്യൂവിൽ നിന്നപ്പോൾ തന്നെ നട അടച്ചായിരുന്നു. പക്ഷെ അവിടെ കണ്ടോ ഇരിക്കാനായിട്ട് ആളുകൾ നിന്ന് വിഷമിക്കില്ല. ഒരുപാട് വലിയ ക്യൂ ഒക്കെ വരുമ്പോൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമ്മൾ വിഷമിക്കില്ല. പക്ഷെ ഗുരുവായൂർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും പയ്യെ ഇരുന്നും വെള്ളം കുടിക്കാൻ വെള്ളമൊക്കെ അവർ തന്നെ ഉണ്ട്. കണ്ണനപ്പം ഒരാളും വിഷമിച്ച് കണ്ണനെ കാണാൻ കയറരുതെന്നാണ് കണ്ണൻ്റെ ആഗ്രഹം. ഞങ്ങൾക്ക് പക്ഷെ ആ പുറത്തുള്ള ക്യൂവോ ബഹളം ഒന്നും അകത്തില്ല കേട്ടോ. അകത്ത് എന്ത് ശാന്തം. നമുക്ക് അകത്ത് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. സൈഡിലൊക്കെ നീങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുക സമാധാനമായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അന്നദാനം കഴിഞ്ഞട്ടോ. ഞാൻ ഫുഡും കൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് അവിടുന്ന്. പക്ഷേ ആ സമയം കഴിഞ്ഞാണ്, അന്നദാനത്തിൻ്റെ സമയം കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ വന്ന് കടകളിലൊക്കെ കയറി അവന് തോക്കൊക്കെ വാങ്ങിച്ച് പിന്നെ ഒരു കുഞ്ഞു കണ്ണനെ മേടിച്ചട്ടോ വണ്ടിയിൽ വെക്കാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഫുഡ് കഴിക്കാം. അത് ഞങ്ങൾ മറ്റേ ഇലയില സദ്യയായിട്ടാണ് കഴിച്ച, മറ്റേ പഴയിടത്തിൻ്റെ. അപ്പോൾ അവിടെ കയറി അവിടെ അടുപ്പ സദ്യയായിരുന്നു. പായസവും ചോറും കറികളും എല്ലാം നല്ലതായിരുന്നേ. കണ്ണന് ഒറ്റക്കാട്ടാണ് കഴിച്ചേ. കണ്ണനാണെങ്കിൽ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചിട്ടോ. അവന് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന് ഇഞ്ചിക്കറി ഇടക്കിടക്ക് തൊട്ട് നിൽക്കണ്ടായി. അപ്പം ഫുഡ് അടിപ്പനായിരുന്നു. പായസവും മറ്റേ അടപ്രഥമനായിരുന്നു കേട്ടോ. പപ്പടവും പായസവും കൂട്ടി നല്ല